From 10th lesson exam questions എഴുതിക്കോ. First question. First question. First one. Braille script. Fill in the blanks. First one. Fill in the blanks. Braille script was B-R-A-I-L-L-E. Braille script was first developed by dash. Braille script ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? ഡെവലപ്പ് ചെയ്തെടുത്താണ് ആരാണ്? Braille script was developed by dash. Second one. The concept of zero was born in dash. അതായത് സീറോ എന്ന കൺസെപ്റ്റ് ഏത് കൺട്രിക്കാരാ കൊണ്ടുവന്നത്? ഇന്ത്യ ആണോ, ഇംഗ്ലണ്ട് ആണോ, ബ്രിട്ടൻ ആണോ? ആരാണ് ആദ്യം കൊണ്ടുവന്നത്? സീറോ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ഏത് കൺട്രിയിലുള്ളവരാ? ഏത് കൺട്രിയാണ്? ആരുടെ സംഭാവനയാണ് സീറോ? Then third one. The first book, F-I-R-S, first book printed by Gutenberg, G-U-T-T-E-N-B-E-R-G, Gutenberg, with movable metal type. The first book printed by Gutenberg with movable metal type is dash. Then fourth one, dash is a form of writing. Dash is a form of writing used in
Ancient Egypt. Ancient Egypt. Ancient Egypt. EGYPT. Ancient Egypt. Ancient Egypt യൂസ് ചെയ്തിരുന്ന ഒരു റൈറ്റിംഗ് ഫോമിന്റെ പേര്. ഇത് വായിൽ കൊള്ളാത്തൊരു പേരാ, പഠിച്ചതല്ലേ? Then fifth one, the earliest EARLIEST, the earliest non-script KNOWN, non-script, earliest non-script was invented around dash BC. Next one, answer the following question. Answer these questions. First one, ആറാമത്തത്. How do the blind read? How do the blind read? How do the blind read? Then seventh one, what are hieroglyphics? What are hieroglyphics? HIEROGLYPHICS. What are hieroglyphics? ഇതിനെയാണ് നമ്മൾ hieroglyphics എന്ന് പറയാം. Then eighth one, what are hieroglyphics? Eighth one, ടെക്സ്റ്റ് വായിച്ചവർക്ക് മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ആദ്യത്തെ 5 എണ്ണം കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. Every day I told you, you can read the textbook many times. If you have read the textbook well, you can write down the answers of first 5 questions. Then eighth one, how did numbers come to be read? Okay. എഴുതിക്കോ.
ലക്ഷ്മി, ഏഞ്ചൽ, എഡ്വിൻ എഡ്വിൻ എഴുതി അല്ലേ? ഓക്കെ. ഏബൽ ബിനോയ്, മുഹമ്മദ് റുവൈസ്, ആദിത്യൻ സുനിൽകുമാർ. കഴിഞ്ഞില്ലല്ലോ? കഴിഞ്ഞ മോനെ ആദിത്യ? നോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ആദിത്യൻ. മോനെ അമ്മയുടെ അടുത്തോട്ട് പോയോ? ക്വാറന്റീൻ കഴിഞ്ഞോ? ഇവിടെയുള്ള ഓക്കെ ഓക്കെ. ഗ്രേസ്, മുഹമ്മദ് റിഹാൻ, ഷാഹിദ്. Then next question. മക്കളെ ഞാൻ ഇവിടെ എഴുതിയ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ഇവിടെ എഴുതിയ കാണുമോ? ഇപ്പൊ എഴുതുന്ന കാണുന്നുണ്ടോ നോക്കണേ. കാണും? ഓക്കെ, എന്നാ ഇവിടെ എഴുതാട്ടോ. 9th one. What is WHAT? What is India? INDIA. What is India? India's most important contribution to the world of numbers. ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ? അത് ഏത് നമ്പേഴ്സിന്റെ കാര്യത്തിൽ എന്തോ ഒരു കാര്യം ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? Tenth one. Next one. How were books made available before the invention of the printing press. ഇനി ഒരു കാര്യം പറയാം. 6, 7, 8, 9, 10. All of you please listen me. You can see the answers from 6th to 10th. These are the optional questions. എന്ത് ചെയ്യാം? 6, 7, 8, 9, 10 എണ്ണത്തിൽ 5 questions ഉണ്ട്. You can select any 4. You can write down the answers. Only 4. എളുപ്പമുള്ള 4 എണ്ണം എഴുതുക. നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന 4 എണ്ണം എഴുതുക. 1 ഒഴിവാക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? റൈറ്റ് എനി 4. 6th മുതൽ 10th വരെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് ഏതെങ്കിലും 4 എണ്ണം എഴുതുക. നിങ്ങൾക്ക് എളുപ്പമുള്ള 4 എണ്ണം. എന്താ ഹന്ന? ക്വസ്റ്റ്യൻ എഴുതിയപ്പോ ഞാൻ ആൻസർ എഴുതി പോവാൻ. അത് സാരില്ല.
അത് കുഴപ്പമില്ല. എഴുതിയവർ എഴുതിക്കോ, എഴുതാത്തവർക്ക്, അതായത് 4 എണ്ണത്തിന്റെ ആൻസറെ ഞാൻ കൂട്ടുള്ളൂ. You have a choice. You can select any 4 answers from 6 up to 10. If you feel very easy, you can select that one. Understood? Yes. Angel. മിസ് 4 എണ്ണം എഴുതി കഴിഞ്ഞു. എഴുതി അവിടെ ഇരിക്കുക, ബാക്കിയുള്ളവർ എഴുതട്ടെ, എല്ലാരും എഴുതട്ടെ. എന്താടാ എഡ്വിനെ? മിസ് ഞാനും ഫുൾ എഴുതി. അത് കുഴപ്പമില്ല, സാരമില്ല. ആൻസർ എഴുതുമ്പോ സോറി മാർക്ക് ഇടുമ്പോ ഒന്ന് കുറച്ച് എഴുതി നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ 4 എണ്ണത്തിന് മാത്രം മാർക്ക് കൊടുക്കുക. എഴുതിയത് കുഴപ്പമില്ല, എഴുതിയവർ എഴുതിക്കോട്ടെ, ഇനി വായിക്കാനൊന്നും നിൽക്കണ്ട. ചെക്ക് ചെയ്യുന്ന സമയത്ത് 4 എണ്ണത്തിന്റെ മാത്രം മാർക്സ് കൂട്ടുക. റിഹാൻ, ഷാഹിദ്, അതുൽ, മുഹമ്മദ് കെ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ഏബൽ ബിനോയ്, മുഹമ്മദ് റിഹാൻ. എന്തായിരുന്നു ഏഞ്ചൽ? വാട്ട് ഈസ് ദ ഡൗട്ട്? ലാസ്റ്റ് ഉത്തരം പറയോ? പറയാം. You have 6 minutes more. You can take 6 minutes only. 6 മിനിറ്റും കൂടി എടുക്കാം. നമ്മുടെ 10 മിനിറ്റ്, നമ്മുടെ ടൈമർ പറഞ്ഞു ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. ആൻസറും കൂടെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതി തീർക്കാം. ഇനി ഞാൻ എല്ലാവരോടും ഒരു ക്ലാസ് കട്ടായി പോയാൽ ആൻസർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും. അത് നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അമ്മേനെ കൊണ്ട് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പാരന്റ്സിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് മാർക്ക് പേഴ്സണലായി മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. മനസ്സിലായില്ലേ? ഇതിന്റെ ആൻസേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ടത് മിസ്സിന് പേഴ്സണലി സെൻഡ് ചെയ്ത് തരാം. All of you listen. 1 to 5. Each one carries 1 mark. All of you listen me. 1 to 5. 1 മുതൽ 5 വരെ each one carries 1 mark. ഒന്നിന് 1 മാർക്ക്. From 6 up to 10, you can select any 4 answers. If you feel which question is very easy, you can take that one. Then each one carries 2.5 marks. Got it? 4 എണ്ണം, അത് 6, 7, 8, 9, 10, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 4 എണ്ണം മാത്രം സെലക്ട് ചെയ്യുക. ഈച്ച് വൺ ക്യാരീസ് 2.5 മാർക്സ്. ഒന്നിന് 2.5 മാർക്ക് വെച്ച് കൂട്ടുക. അപ്പൊ 4 എണ്ണത്തിന് 10 മാർക്ക് പ്ലസ് ആദ്യത്തെ 5, അങ്ങനെ 15 ഔട്ട് ഓഫ് 15 മാർക്ക്. ഓക്കെ, ആദ്യത്തിന് എഴുതി കഴിഞ്ഞോ? ഇല്ല? പെട്ടെന്ന് എഴുതേ, മിസ് ആൻസർ പറയണ്ടേ. ഇനി ആരാ എഴുതി കഴിയാത്തത്? ജോസി എഴുതിയോ? ഇല്ല. പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ ജോസി. അന്നുള്ള കാര്യങ്ങൾ അന്നു പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾക്കൊക്കെ വീട്ടിലെന്താ പണി? ജോസി, അമ്മ വീട്ടിലെ പണി എടുപ്പിക്കുന്നുണ്ടോ? ചോറ് വെപ്പിക്കുന്നു, കറി വെപ്പിക്കുന്നു, അടിച്ചു വാരിക്കുന്നു, തുണി അലക്കിക്കുന്നു, പണി എടുപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു പണിയില്ലല്ലോ. Your duty is study. ഇനി ആർക്കെങ്കിലും പഠിക്കാൻ സമയമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് സമയമില്ല മിസ്സേ പഠിക്കാനെന്ന്.
എനിക്ക് പണിക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പണിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയമില്ല എങ്കിൽ പറഞ്ഞാൽ മതി. ഇനി പേരൻസ് ആരെങ്കിലും വീട്ടിൽ നിന്ന് പണിക്ക് വിടുന്നുണ്ടോ? ഇതൊന്നും ആർക്കും ഇല്ലല്ലോ. പഠിക്കൽ മാത്രമല്ലേ ഉള്ളൂ. പഠിക്കുക, ഭക്ഷണം കഴിക്കുക, കളിക്കുക, ഇതല്ലേ നിങ്ങളുടെ ഡ്യൂട്ടി. ഞാൻ എല്ലാ ദിവസവും പറയുന്നത് അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം എന്ന്. ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. സോറി, ആൻസേഴ്സ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. എന്താ റുവൈസേ പറഞ്ഞ മോനെ? വരുന്നില്ല ഇന്ന്. ആ വരും വരും. 3 മണിയായി. ഞാൻ വരാം. എല്ലാവരുടെ വീട് വഴിയും പോണ്ടേ? ടീച്ചേഴ്സ് വന്നോ ആരുടെങ്കിലും വീട്ടില്? ആരുടെങ്കിലും വീട്ടിൽ ടീച്ചേഴ്സും? രാവിലെ വിളിച്ചിട്ട് അതിന്റെ ഒച്ച ഉണ്ടാക്കിയത് ഓനാണ് സമ്മാനം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, സമ്മാനം കൊണ്ടുവരാ വരുമ്പോ. ഞാൻ വലിയ വടിയും കൊണ്ടാ വരുന്നത് റുവൈസിന് അടിക്കാൻ. എല്ലാവർക്കും വടി, സമ്മാനം എല്ലാവർക്കും ചൂരല്, അമ്മയുടെ കൈ കൊടുക്കാൻ വേണ്ടി. ഓക്കെ മക്കളെ, ക്ലാസ് കട്ടാകാനായി. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആൻസർ എഴുതുക. ഞാൻ ഇപ്പം ഒരു 5 മിനിറ്റിനുള്ള ആൻസർ അയച്ചു തരാം. അത് നോക്കി പാരന്റ്സിനോട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ആദ്യത്തെ 5 എണ്ണത്തിന് ഒന്നിന് 1 മാർക്ക് വീതം 5 മാർക്ക്. 5 എണ്ണത്തിന് ലാസ്റ്റത്തെ 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതുക. 4 എണ്ണത്തിന് ഒന്നിന് 2.5 മാർക്ക്. ഇനി 3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ എത്ര മാർക്ക് കുറയ്ക്കണം? 3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ 1 മാർക്ക് കുറയ്ക്കാം. ഓക്കെ, ബൈ ബൈ, സി യു. ബൈ ബൈ.